എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്ന് ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കർ അങ്ങനെ രാധാമണി തങ്കച്ചിനെ പൊളിച്ചടുക്കുവാണ്. രാധാമണി തങ്കച്ചി നാണം കെട്ട് തല താഴ്ത്തി പോകുന്ന കുറെ രംഗങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷത്തിൽ കാണാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നലെ നമ്മൾ അവസാനം കണ്ടു ഗൗരിനെ പൂട്ടാനായിട്ട്, ഗൗരിയുടെ ഫോണിലുള്ള വീഡിയോസ് ഒക്കെ നശിപ്പിക്കാനായിട്ട് വേലക്കാരനെ കൊണ്ട് ആ ഫോൺ പോയി എടുപ്പിക്കുവാണ് തങ്കച്ചി. വേലക്കാരി കൊണ്ടുവന്ന് ഫോൺ കൊടുത്തു. ഇത് നോക്കിയിട്ട് തങ്കച്ചി ചോദിച്ചു, പാസ്വേഡ് ഏതാ? പാസ്വേഡ് എനിക്ക് അറിയില്ല എന്ന് പറയണം. പാസ്വേഡ് ഇല്ലാതെ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഓർത്താടി നീ ഫോൺ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ. ഇതിനകത്ത് വീഡിയോസ് ഒക്കെ പിന്നെ എങ്ങനെ ഡിലീറ്റ് ചെയ്യുമെന്ന് ചോദിക്കാം. കൊച്ചമ്മയ്ക്ക് വീഡിയോസ് ഡിലീറ്റ് ചെയ്താൽ പോരെ? ഒരു മാർഗമുണ്ട്, വീഡിയോസ് മാത്രം ആക്കണ്ട, ആ ഫോണും അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തേക്കാൻ പറയാണ്. അതിനിപ്പോ എന്ത് ചെയ്യണം? ആ വെള്ളത്തിലേക്ക് അങ്ങ് കൊച്ചമ്മയെന്ന് പറയണം. എന്ത് ചെയ്യണം? തങ്കച്ചി അവിടെ ഇരുന്ന ബക്കറ്റിനകത്ത് വെള്ളത്തിനകത്തേക്ക് ആ ഫോൺ അങ്ങോട്ട് ഇടുവാണ്. ഇപ്പൊ എല്ലാം ഓക്കെ ആയി. തങ്കച്ചിയോട് അവളുടെ ഒരു കളി. അവളിങ്ങോട്ട് വരട്ടെ, അവളെ ഒന്ന് ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തങ്കച്ചി കയറി പോവാണ്. ആ ഒപ്പം തന്നെ വേലക്കാരി അകത്തേക്ക് കയറി പോകണം. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഗൗരി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണെന്ന്. ഗൗരിനെ കണ്ടപ്പോഴത്തേനും തങ്കച്ചി, അല്ല അവിടെ നിന്നേന്ന് പറയണേ. എന്താമ്മേ? അല്ല നീ എങ്ങോട്ട് പോവാ? എനിക്ക് ഇച്ചിരി ധൃതി പണിയുണ്ടമ്മേ, അതാ. നീ അവിടെ നിൽക്കേ. കഴിഞ്ഞ ദിവസം നീ നിന്റെ ഭർത്താവ് ഒരു വീഡിയോ എടുത്തില്ലായിരുന്നോ ശങ്കർ? ആ വീഡിയോസ് എനിക്കൊന്ന് കാണണമെന്നൊരാഗ്രഹം. ഞാൻ ആ വീഡിയോസ് കണ്ടില്ലോ, ഒന്നും കൊണ്ട് കാണിക്കാൻ പറയണം. അമ്മ അത് വേണോ? ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലെന്ന് ചോദിക്കണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇപ്പൊ തന്നെ ആ വീഡിയോസ് കാണണം. എനിക്കത് കാണാൻ ഭയങ്കര മോഹം. എന്താ നിനക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കണം. നീ അമ്മയ്ക്ക് അത്ര വലിയ ആഗ്രഹമാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം എന്നും പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ശങ്കർ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ശങ്കർ വെച്ചിട്ട്, എന്താ ഗൗരി, എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കണം. അല്ലടാ മോനെ, നീ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തില്ല എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട്. എനിക്ക് ആ വീഡിയോസ് ഒന്ന് കാണണം, ഞാനിതിൽ കണ്ടിട്ടില്ല എതിരായിട്ടും. ഓ അത്രേ ഉള്ളോ? അതാണ് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അല്ല ഞാൻ അവളോട് പറയുമായിരുന്നു, നീ ആ പോയ ഫോണിങ് എടുത്തോണ്ട് വരാൻ പറയുമായിരുന്നു. പറയാം. ഇനിയിപ്പോ എന്താ, നീ എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലമ്മേന്ന് പറയാണ്. അല്ല നിന്റെ നോട്ടം കണ്ട് എന്തോ പന്തികേടുണ്ടല്ലോ. അല്ലെ ഫോണിനകത്ത് വീഡിയോ ഇല്ലേ? വീഡിയോ വല്ല ഡിലീറ്റ് ആയി പോയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ലമ്മേ, പിന്നെന്താ ബുദ്ധിമുട്ട്? അവള് പോയി എടുത്തോണ്ട് വട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഗൗരി എടുക്കാൻ പോകുന്നതിന് ശങ്കർ പറഞ്ഞു, നീ അത് എടുക്കാൻ പോകണ്ട, മുറി പോയാലും അത് കിട്ടത്തില്ലെന്ന് പറയാ. തങ്കച്ചിക്ക് മനസ്സിലായി. അപ്പൊ ഇനി ഫോൺ ഇവൻ നോക്കിയിട്ടുണ്ട്, ഫോൺ കണ്ടിട്ടില്ല അവിടെ, അതാണ് പ്രശ്നം. അതെ, അമ്മയ്ക്കിപ്പോ വീഡിയോ കണ്ടാ പോരെ, അതിനിപ്പോ അവള് മുറിയിലേക്ക് പോയി ഫോൺ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ കാണുമെന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോസ് അങ്ങോട്ട് കാണിക്കുവാണ് ഫോണിനകത്ത്. ഒരു നിമിഷം തങ്കച്ചിയും വേലക്കാരും ഞെട്ടിപ്പോയി. ഈ വീഡിയോസോ? ഇത് എവിടുന്ന് വന്നു? ഇപ്പം മനസ്സിലായില്ലേ അമ്മയ്ക്ക് വീഡിയോസ് കയ്യിലുണ്ടെന്ന്. ഇനി അമ്മ പറ, അമ്മയ്ക്ക് എന്താ? അമ്മയുടെ മനസ്സിലെ വിചാരം എന്തായിരുന്നു? ഈ വീഡിയോസ് ഒക്കെ നശിപ്പിച്ചിട്ട് ഗൗരിനെ കുറെ കാലം കൂടി ഇട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കായിരുന്നല്ലേ? ഒരു കാരണവശാലും നടക്കില്ലമ്മ. ഈ വീഡിയോസ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അമ്മയ്ക്ക് ഗൗരിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. തങ്കച്ചി പെട്ടെന്ന് വേലക്കാരനെ നോക്കുകയാണ്. നീ ഏത് ഫോണാ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നേരി എന്നുള്ള രീതിയിൽ. ഈ സമയത്താണ് മഹാദേവൻ മോളിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഈ വീട്ടിൽ ഞാൻ ഒരു സാധനം വെച്ചാൽ കാണത്തില്ല, ഇവിടെ കുറെ സമയമായി നോക്കുന്ന പറയാണ്. തങ്കച്ചി ചോദിച്ചു, എന്താ ഏട്ടാ, എന്താ കാണാത്തെന്ന് ചോദിക്കണം. എന്റെ ഫോൺ കണ്ടില്ല, ഞാൻ മുറിയിൽ വെച്ചിരുന്നാന്ന് പറയും. ഫോൺ കണ്ടില്ലേ? ശങ്കർ ചോദിച്ചു, അങ്ങനെ വരാൻ വഴിയില്ലോ. അച്ഛൻ വല്ല കാറിനകത്തും കൊണ്ടാ വെച്ച് കാണുന്നറേ. കാറിനകത്തൊന്നും ഇല്ലടാ, ഞാൻ അവിടെയൊക്കെ നോക്കിന്ന് പറയണം. അതോടെ അല്ല, അത് മാത്രമല്ല, കുറച്ച് മുമ്പ് പാർട്ടി സെക്രട്ടറി എന്നെ വിളിച്ചാ. അപ്പൊ ആ ഫോണ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചാ, പിന്നെ അത് കാണുന്നില്ല എന്ന് പറയാം. അപ്പൊ ഏതോ ഒരു കള്ളൻ നമ്മുടെ വീട്ടിൽ കയറിയിട്ടുണ്ടല്ലോ. അല്ല, അച്ഛന്റെ ഫോൺ എടുക്കാൻ മാത്രമേ കള്ളൻ ആരായിരിക്കും ഇവിടെ കയറിയേക്കുന്നേ? പെട്ടെന്ന് തങ്കച്ചി ഒന്ന് വേലക്കാരൻ നോക്കുന്നുണ്ട്. ഇനിയിപ്പൊ ഇങ്ങേറെ ഫോണെങ്ങാനും ആണോ നീ എടുത്തോണ്ട് വന്നെന്നുള്ള രീതിക്ക് വേലക്കാരിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. വേലക്കാരിക്ക് തോന്നി തനിക്കിനി അബദ്ധം പറ്റുമോ? ഇല്ല, താൻ ഗൗരിയുടെ മുറിയിൽ നിന്നാണല്ലോ ഫോൺ എടുത്തേക്കുന്നേ, പിന്നെ എങ്ങനെ അത് മഹാദേവ സാറിന്റെ ആകും? ആ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ശങ്കർ പറഞ്ഞു, അച്ഛാ, നമ്മുടെ വീട്ടിൽ കള്ളന്റെ ശല്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഫോണാ പോയത്, നാളെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും പോകും. എത്രയും വേണം നമുക്ക് കള്ളനെ പിടിക്കണം. ഒരു കാര്യം ചെയ്യാം, അച്ഛന് പോലീസിനെ വിളിക്കുക. ഈ ഫോണിനകത്ത് SIയുടെ നമ്പർ ഉണ്ട്, ഞാൻ വിളിച്ചു തരാന്ന് പറയണം. ഇവിടെ നമ്മുടെ വീട്ടിലുള്ള ഒരാളായിരിക്കും കള്ളന്. അല്ല, ഇത്ര പെട്ടെന്ന് ആ ഫോൺ മോഷണം പോയില്ലോ. സത്യം പറഞ്ഞ ആർക്കാളിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കും കള്ളൻ എന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വേലക്കാരിക്ക് ടെൻഷനായി. ശങ്കർ പറഞ്ഞു, പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കള്ളനെ പിടിച്ചോണ്ട് പോകും. അങ്ങനെ കള്ളനെ പിടിച്ച് എന്തായിരിക്കും പിള്ളച്ചേട്ട ശിക്ഷ എന്ന് പറയണം. കുറഞ്ഞത് ഒരു 6 വർഷമെങ്കിലും ശിക്ഷ കാണും മോനെ. ഭവന ഭേദനം, മോഷണം എന്ന് തുടങ്ങി എല്ലാ വകുപ്പുകളും ചുമത്തപ്പെടുമെന്ന് പറയണം. പെട്ടെന്ന് വേലക്കാരി ഞെട്ടി. വേലക്കാരി പറഞ്ഞു, അതെ, ഞാനൊരു തെറ്റും ചെയ്തില്ല, ഞാൻ നിരപരാധിയാന്ന് പറയാണ്. എല്ലാവരും അത്ഭുതത്തോടു കൂടി വേലക്കാരനെ നോക്കുവാണ്. ഗൗരിക്കൊന്നും എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. തങ്കച്ചിയാണ് ആ പടം ഞെട്ടിത്തരിച്ചിരിക്കുക. അതെ, കൊച്ചമ്മ പറഞ്ഞിട്ട് ഞാൻ കൊച്ചമ്മയുടെ കയ്യിൽ സാറിന്റെ ഫോൺ കൊണ്ട് കൊടുത്തേന്ന് പറയാണ്.
ഈ സമയത്താണ്, അല്ല ഇതിനു മുമ്പ് തന്നെ ഒരു ബക്കറ്റുമായിട്ട് നമ്മുടെ പിള്ളച്ചേട്ടൻ അങ്ങോട്ട് വന്നായിരുന്നു കേട്ടോ. ബക്കറ്റ് അതിൽ ഫോണും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബക്കറ്റ് ഫോണും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ശങ്കർ ഇതെന്താ ബക്കറ്റ് പിരിവും തുടങ്ങിയെന്ന് ചോദിക്കുകയാണ് പിള്ളച്ചേട്ടൻ. അപ്പൊ പിള്ളച്ചേട്ടൻ പറഞ്ഞു, അതൊന്നും അല്ല കുഞ്ഞേ, ഇതിനകത്തൊരു ഫോൺ ഉണ്ടെന്ന് പറയാ. അതേ, അദ്ദേഹത്തിന്റെ ഫോൺ ഇതിനകത്തുണ്ടെന്ന് പറയാം. അപ്പൊ എല്ലാരും നോക്കിക്കഴിഞ്ഞപ്പോ അതിനകത്ത് ഫോണുണ്ട്. അപ്പൊ തങ്കച്ചിക്കും വേലക്കാരിക്കും മനസ്സിലായിരുന്നു തങ്ങള് പെട്ടെന്നുള്ള കാര്യം. അതിന് ശേഷമാണ് ഈ ഫോണിനെ കുറിച്ച് തന്നെ വേലക്കാരി പറയുന്നത്. കൊച്ചമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ. കൊച്ചമ്മ ആ ഫോൺ എടുത്ത് ആ ബക്കറ്റിനകത്ത് ഇട്ടേന്ന് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേലക്കാരി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തങ്കച്ചു ഒന്ന് ഞെട്ടി. എല്ലാ സത്യങ്ങളും വെളിപ്പെട്ടല്ലോ. ഇനി ഇപ്പൊ തനിക്ക് രക്ഷയില്ലെന്നുള്ള കാര്യം പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി. മഹാദേവന് പെട്ടെന്ന് ഇങ്ങ് ചാടി എഴുന്നേറ്റില്ലേ. നീ ആരോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്തേ? നിനക്ക് എന്താ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നിനക്ക് എന്റെ അടുത്തിട്ട് കേടാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. എന്നോടാ നിന്റെ കളി. അതിനകത്ത് എത്രമാത്രം കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നറിയോ നിനക്ക്? എന്നിട്ട് അതെല്ലാം നശിപ്പിച്ചേക്കുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് മീറ്റിംഗുള്ള പാർട്ടി മീറ്റിംഗ്, അതിന് പങ്കെടുക്കാനുള്ള സമയമായി. നിന്നെ ഞാൻ ശരിയാക്കി തേടിയെന്ന് പറയണം. അങ്ങനെ മഹാദേവന് തങ്കച്ചിനെ അടിക്കാൻ ചെന്നപ്പോഴത്തേനും തങ്കച്ചി എന്ത് ചെയ്യുവാണ്, അയ്യോ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോവാണ്. അതേ പറഞ്ഞു, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നു, അല്ല എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കിട്ടുമെന്ന് പറയാണ്. എനിക്ക് പോകാൻ സമയമായി, അല്ലാതെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയാം. പെട്ടെന്ന് ഗൗരി വന്നിട്ട് പറയാം, അച്ഛാ ദേഷ്യപ്പെടല്ലേ, ആ ഫോണിനകത്ത് സിമ്മ് ഞാൻ ഊരി എടുത്തിട്ടുണ്ട്. ഈ സിമ്മ് വാങ്ങിയിട്ടൊരു പുതിയ ഫോണിലേക്ക് ഇട്ടാൽ മതി. അപ്പൊ അതിന്റെ കോണ്ടാക്ട്സ് ഒക്കെ കിട്ടിക്കോളും. അച്ഛനെ ആരെ വിളിക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. മഹാദേവൻ പറഞ്ഞു, ഇപ്പൊ തക്കാലത്തിന് നീ രക്ഷപ്പെട്ടു, പക്ഷെ നീ അതേ കാലം ഇങ്ങനെ രക്ഷപ്പെട്ട് കഴിയില്ലടി. ഞാനിങ്ങോട്ട് വരട്ടെ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേനെ കൂട്ടിക്കൊണ്ട് മഹാദേവൻ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേലക്കാരനെ വിളിച്ച് ഭീഷണിപ്പെടുന്നു തങ്കച്ചി. എടി സത്യം പറ, നീ എവിടുന്നാ ഫോൺ എടുത്തോണ്ട് വന്നെന്ന് ചോദിക്കുക. എന്റെ കൊച്ചമ്മയാണ് സത്യം. ഞാൻ എടുത്ത ഗൗരിയുടെ മുറിയിൽ നിന്ന് തന്നെ, ഞാൻ കണ്ടതല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ എങ്ങനെയാ അത് ഏട്ടന്റെ ഫോണായെന്ന് ചോദിക്കുക. എനിക്കറിയില്ല കൊച്ചമ്മ എന്ന് പറയാണ്. പക്ഷെ ഇതിനകത്ത് എന്തോ തിരുമാറി നടന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ശങ്കർ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് അറിയേണ്ട അച്ഛന്റെ ഫോൺ എങ്ങനെ ഗൗരിയുടെ മുറിയിൽ എത്തിയെന്നല്ലേ? അതിനുള്ള ഉത്തരം ഞാനങ്ങോട്ട് പറഞ്ഞു തരാന്ന് പറയാണ്. അതെ, വേലക്കാരി അവിടെ കിടന്ന് കറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി, എന്തോ ട്രിക്കാണല്ലോ. ഞാൻ എന്ത് ചെയ്തു, അച്ഛന്റെ മുറിയിൽ പോയി അച്ഛന്റെ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛന്റെ ഫോണിന് ഗൗരിയുടെ ഫോണിന്റെ കവർ എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചു. അതെന്തായാലും സക്സസ് ആയി. ആ ഫോണാ വേലക്കാരി എടുത്തോണ്ട് വന്നേ. ഇപ്പൊ അമ്മയുടെ സംശയങ്ങളൊക്കെ നീങ്ങില്ലോ എന്ന് പറയണം. എടാ, നീ എന്റെ മകൻ തന്നെയാണോടാ അമ്മയ്ക്കിട്ട് പാര പണിയുന്ന മോന്. അല്ലാതെ പിന്നെ അമ്മ ഇതുപോലെ ഗൗരിനെ ഉപദ്രവിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോരായിരുന്നോ? അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇളക്കം അങ്ങോട്ട്. അന്ന് അമ്മയുടെ സൂക്കേട് അങ്ങോട്ട് മാറ്റി തരാന്ന് വെച്ചു. എന്റെ ഗൗരിനെ ഉണ്ടല്ലോ, ഇനി നിങ്ങളെന്നല്ല ആരെന്ത് ചെയ്താലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പ്രതികരിക്കുന്നത്. അതിപ്പോ അമ്മയാണെങ്കിലും കൊള്ളാം, അച്ഛനാണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും ശരി, ഞാൻ മേലുകേഴ് നോക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശങ്കർ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. തങ്കച്ചി ആകെപ്പാടെ നാണം കെട്ട് തൊലി ഉരിഞ്ഞ് അങ്ങോട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഉച്ചയ്ക്കായി ഇങ്ങനെ ക്യാമ്പിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവരഞ്ജനെ അങ്ങോട്ട് വരുന്നത്. വന്നിട്ട് ചോദിച്ചു, അല്ല ആദർശേട്ടാ, ഇവിടെ അടുത്ത് എവിടെയാ റെസ്റ്റോറൻറ്റ് ഉള്ളതെന്ന് ചോദിക്കണം. എന്താ രഞ്ജുന്ന് ചോദിക്കണം. അല്ല ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടില്ല, ഊണ് കഴിക്കാൻ പോയാലെന്ന് പറയാം. അതെന്താ ഫുഡ് കൊണ്ടുവരുന്നേ? അല്ല ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ടാ കൊണ്ടുവരാനെന്ന് പറയാം. ഓ അതാണ് ആ കാര്യം. ഒരു കാര്യം ചെയ്യാം, എന്റെ ഫുഡ് ഷെയർ ചെയ്യാന്ന് പറയാം. വേണ്ട വേണ്ട, അത് ആദർശേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഒന്നുമില്ലല്ലോ, എന്റെ ജൂനിയർ ആയിട്ട് എന്റെ കോളേജിൽ പഠിച്ചല്ലേ നീ. വാടോ, നമുക്ക് ഒരുമിച്ച് ഫുഡ് ഷെയർ ചെയ്യാന്ന് പറയാം. അങ്ങനെ അവര് ലഞ്ച് റൂമിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ ഫുഡ് ഷെയർ ചെയ്ത് കൊടുത്തു. ആ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ശിവരഞ്ജനി പറഞ്ഞു, ഈ ഫുഡ് മിസ്സായിരുന്നെങ്കിൽ എനിക്ക് വലിയ നഷ്ടമായപ്പോഴും. എന്ത് ടേസ്റ്റുള്ള ഫുഡാന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ അമ്മ ഇതൊക്കെ ഉണ്ടാക്കി തന്നു വിടുന്നേ. അമ്മയ്ക്ക് അത്ര കാര്യമാണ്. ഉച്ചയ്ക്ക് ലഞ്ചും കൊണ്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അത് മതി. അമ്മയ്ക്ക് എന്നാ സങ്കടമാവുന്നറിയോ? പുറത്ത് ഹോട്ടലിൽ നിന്നും കഴിക്കാൻ അമ്മ സമ്മതിക്കില്ല. ഞാനിവിടെ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് തന്നെ ട്രെയിനിലിരുന്ന് കഴിക്കാനുള്ള ഫുഡ് വരെ അമ്മ ഉണ്ടാക്കി തന്നു വിടുമെന്ന് പറയാണ്. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, ആദർശേട്ടൻ ഭയങ്കര ലക്കിയാന്ന് പറയാണ്. അല്ല ഇപ്പൊ മിമിക്രി ഒക്കെ ഉണ്ടോന്ന് ചോദിക്കാണ്. മിമിക്രിയോ? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ആദർശേട്ടനെ ഓർക്കുമ്പോ എനിക്ക് ആ രഘുവരന്റെ സൗണ്ടൊക്കെ ഓർമ്മ വരുന്നത്. അറിയാലോ എത്ര ഭംഗിയായിട്ട് ആദർശേട്ടൻ അതൊക്കെ അവതരിപ്പിക്കുന്നത്. പണ്ട് കോളേജിൽ അടിപിടി ഉണ്ടായ സമയത്ത് പോലീസുകാർ വന്നപ്പം മൈക്ക് പോയെടുത്ത് മൈക്കിൽ കൂടെ രഘുവരന്റെ സൗണ്ടിൽ സംസാരിച്ച് അതൊക്കെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പൊ ആദർശനെ ഇപ്പോഴങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ്. പിന്നെ ആദർശേട്ടൻ എന്റെ മനസ്സ് ഹീറോ ആയത് ആദ്യമായിട്ട് ഞാൻ ആ സംഭവം കണ്ടതോടുകൂടിയെന്ന് പറയും. അതെന്താ? അന്ന് കോളേജ് ക്യാൻറ്റീൻ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു പൂവാലം വന്നിട്ട് എല്ലാവരും ഭയങ്കര മോശമായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആദർശേട്ടൻ അങ്ങോട്ട് കടന്നു വന്നേ. ആദർശേട്ടൻ കടന്നു വന്നിട്ട് അവനെ തൂക്കിയെടുത്തൊരു ഒറ്റ ഏറായിരുന്നു. ആ രംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ ഇപ്പോഴും മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ തൊട്ട് ഞങ്ങളുടെ ഹീറോ ആയതാന്ന് പറയാം. ഞങ്ങളുടെ എല്ലാവരുടെയും നോട്ടപ്പുള്ളിയായിരുന്നു ആദർശേട്ടൻ എന്ന് പറയാം. എന്നൊക്കെ ഇപ്പൊ ആദർശ സന്തോഷേ. പിന്നെ അവരിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് അവിടെ ലഞ്ച് കഴിക്കുക മതിമറന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് കാണിക്കുന്നേ
ഗൗരി നേരെ കമലയുടെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. കമലയുടെ മുടിച്ചെന്തിച്ചു, കമലയെടുത്തി അതെ മെഡിസിൻ കഴിച്ചു നിൽക്കും. ഇല്ല ഗൗരി എന്ന് പറയണം. എന്നാൽ കഴിക്കാനും പറഞ്ഞ് വെള്ളവും കൊടുത്ത് മെഡിസിൻ എടുത്ത് കൊടുക്കുകയാണ്. ഗൗരിക്ക് എന്നോട് വിഷമം ദേഷ്യം ഉണ്ടോ നിൽക്കും. എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതേ? എനിക്ക് ശേഖരേട്ടനെ രക്ഷിക്കണമെന്ന് ഓർത്തല്ല ഞാൻ അങ്ങനെ ചെയ്തത്. ഒരു പക്ഷെ സേനേട്ടൻ എന്നോട് സ്നേഹം കാണിച്ചപ്പം ഞാനത് വിശ്വസിച്ചു പോയി. ഗൗരിക്കറിയാതെ കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ സേനേട്ടൻ എന്നോട് നല്ല രീതിയിലൊന്നും പെരുമാറിട്ടില്ല. എത്രയൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിട്ടാണെന്നറിയോ ഞാൻ ജീവിതത്തിലേക്ക് കടന്നു വന്നേ. പക്ഷെ അതെല്ലാം തകർന്നു പോയി. അങ്ങനെ വന്നിരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരിച്ചിരി സ്നേഹം കിട്ടിക്കഴിയുമ്പോഴത്തേനും എൻ്റെ മനസ്സിലെന്തോ വല്ലാത്ത സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ പറ്റിപ്പോയ തെറ്റാ. ഗൗരിയോട് ഒരിക്കലും ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഗൗരി എനിക്ക് വേണ്ടി പോരാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഗൗരിനെ ഒറ്റിക്കൊടുത്തു. എന്നോട് ക്ഷമിക്കുക ഗൗരി എന്ന് പറയണം. ഗൗരി അതൊന്നും ഓർത്ത് ഏട്ടത്തി വിഷമിക്കണ്ട കേട്ടോ. ഏട്ടത്തി ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. അങ്ങനെ കമലേനെ ഗൗരി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.